ഞാൻ പറഞ്ഞത് ഈ നിമിഷം വരെ നടന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഉണ്ടാകാൻ പോകുന്ന മഴയുടെ വലിപ്പം അല്ല, മുന്നൊരുക്കങ്ങൾ ഇന്നലെ ചേർന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. 7-8 ഇന്ന് ഏതോ പത്രം ഓരോ മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, മാതൃഭൂമി, മനോരമ, ഏതോ എല്ലാത്തിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഉടമസ്ഥയിൽ തോടുകളുണ്ട്. അവരൊക്കെ ഇന്നലെ ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ, കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിംഗ് വന്നിരുന്നു. വിശദമായി ചർച്ച ചെയ്തു. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ കോർപ്പറേഷൻ്റെ ഓർഡറുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം മറ്റുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരോരോ ഓർഡറുകൾ ഏറ്റെടുത്താൽ മതി. ഇന്നലെ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് 8 ലോഡ് മാലിന്യം ഞങ്ങൾ ആദ്യം മാറ്റി. അത് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ യാമേഴിഞ്ഞാൻ തോടില തകരപ്പറമ്പിനും പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിന് ഇടയ്ക്കുണ്ടായിരുന്ന സ്ഥലത്തുനിന്നും ജോയ് മരണപ്പെട്ട സ്ഥലത്തുനിന്ന് മാറ്റി 8 ടിപ്പറിൽ ഞങ്ങൾ മാറ്റി. പക്ഷേ 156 ടിപ്പറിൽ പിന്നീട് മാറ്റിയത് മണലാണ്. 15 വർഷം കൊണ്ട് മാറ്റാതെ ആമേഴിഞ്ഞാൻ തോടിലും പാർവതീപുത്രാൻ്റെ പല ഭാഗത്തും അടിഞ്ഞു കൂടിയ മണലാണ് മാറ്റിയത്. ഈ മണൽ കോർപ്പറേഷൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായ മാലിന്യമല്ല. ഈ മണൽ അടിഞ്ഞുകൂടി കിടന്നുകൊണ്ട് എന്താണ്, 2-3 മീറ്റർ വെള്ളം ഒഴുകേണ്ട ആ ബെഡിൻ്റെ ഹൈറ്റ് കൂടി. അപ്പോൾ ഈ 1/2 മീറ്ററിൽ മാത്രം വെള്ളം ഒഴുകുന്നൊരവസ്ഥ വന്നു. 3 മീറ്റർ ആഴത്തിൽ വെള്ളം ഒഴുകേണ്ടത് 1/2 മീറ്ററിൽ ഒഴുകിയപ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടായത്. ഞങ്ങൾ മണൽ കൂടുതൽ മാറ്റി. അപ്പോൾ മണൽ മാറ്റേണ്ടത് ആരാണ്, അതിനെക്കുറിച്ചൊരു ചർച്ച നടന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഈ ചർച്ച, ഈ ടീം തുടരാമെന്ന് പറഞ്ഞു. അപ്പോൾ തുടർന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർ ഇപ്പോൾ ഇൻലാൻഡ് നാവിഗേഷൻ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇൻലാൻഡ് നാവിഗേഷൻ അവരുടെ കരയിൽ പാർവതീപുത്തനാറാണല്ലോ, ജീവിച്ചിരുന്നവരെയൊക്കെ തന്നെ കരയിൽ നിന്ന് മാറ്റി അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുത്തു. ആ പ്രദേശമൊക്കെ തന്നെ അവരുടെ നിരീക്ഷണത്തിലാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ജോലി ചെയ്യുമ്പോഴേക്കും അത് പൂർത്തിയാകും. അതിനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.